ചങ്കാള നമ്മളിപ്പോൾ ഉള്ളത് ആതിരപ്പള്ളി പോണ റൂട്ടിലാട്ടോ. ആതിരപ്പള്ളിക്ക് ചെറിയൊരു യാത്ര പോവാണ്. സമയം വൈകുന്നേരമാണ്. വൈകുന്നേരം ആകുമ്പോൾ അതിനനുസരിച്ചുള്ള വെളിച്ചം കാര്യങ്ങളൊക്കെ കുറവുണ്ടാകും. അതൊക്കെ അവിടേക്ക് എത്താൻ ഏകദേശം ഒരു 10-200 മീറ്ററും കൂടി ഉള്ളൂ. ഇതൊക്കെ വാഹനങ്ങൾ അവിടെയും ഇവിടെയൊക്കെ പാർക്ക് ചെയ്തിട്ടിരിക്കാം കേട്ടോ. ഇവിടുത്തെ പാർക്കിംഗ് എന്ന് പറയാൻ പ്രത്യേകിച്ച് പാർക്കിംഗ് ഏരിയ ഒന്നുമില്ല. റോഡ് സൈഡിൽ പാർക്ക് ചെയ്യണം. വാഹനങ്ങൾ ഒരു സൈഡിലെ പാർക്ക് ചെയ്യാനുള്ളൊരു ഗ്യാപ്പുള്ളൂ, മറ്റേ സൈഡിൽ ഇടാൻ അനുവദിക്കില്ല. അപ്പോൾ ഇതൊക്കെ വന്ന വണ്ടികളാണ്. സമയം ഒന്നാമതെന്ന് വെച്ചാൽ ഞായറാഴ്ച അല്ല, ശനിയാഴ്ച വൈകുന്നേരം ആയതുകൊണ്ട് കുറച്ച് തിരക്ക് കുറവുണ്ട്. ഞായറാഴ്ച ആകുമ്പോൾ ഇവിടേക്ക് അടുക്കാൻ പറ്റില്ല എന്നൊക്കെയാണ് പറയണത്. കാരണം അത്രയും അൺസീസൺ ആണെങ്കിൽ പോലും ഭയങ്കര തിരക്കാണെന്ന് പറഞ്ഞത്. എൻട്രൻസ് ആട്ടോ, എൻട്രൻസിൽ നിന്ന് ടിക്കറ്റ് എടുത്ത്, ചെറിയൊരു ടിക്കറ്റ് ചാർജ് ഉണ്ടാവും, ആ ടിക്കറ്റ് എടുത്ത് കയറി പോകട്ടോ. ഇവിടേക്കുള്ളൊരു പോക്ക് എന്ന് പറഞ്ഞാൽ ഒരു അഡ്വഞ്ചർ പോക്ക് തന്നെയാണ്. കാരണം ഒരു കുന്നിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ കയറിയിട്ട് വേണം പിന്നെ വെള്ളച്ചാട്ടത്തിന് അങ്ങോട്ട് എത്താൻ കേട്ടോ. ചെറിയ ടിക്കറ്റ്, കുട്ടികൾക്ക് 5 വയസ്സിന് താഴെയുള്ളവർക്ക് ടിക്കറ്റ് ഇല്ല, അതിന് മുകളിലുള്ളവർക്കൊക്കെ എല്ലാവർക്കും ടിക്കറ്റ് വേണം. അങ്ങനെ മുകളിലേക്ക് കയറി ഇങ്ങനെ പോകണം, എല്ലാവരും നടന്ന് പോകണം. ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ ഓരോരുത്തരുടെ സംസാരം കേട്ടിട്ട് ഹിന്ദിക്കാരുണ്ട്, തമിഴന്മാരുണ്ട് അധികമായിട്ട്. മലയാളികൾ കുറവാണോ സംശയമുണ്ട്. കാരണം ഞായറാഴ്ചകളാണ് നമ്മൾ മലയാളികളൊക്കെ വരുള്ളത്. നേരെ ചെന്നെത്തിയത് വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ കേട്ടോ. അൺസീസൺ അല്ലാത്തതുകൊണ്ട്, മഴക്കാലം അല്ലാത്തതുകൊണ്ട് വെള്ളം കുറച്ച് കുറവുണ്ട്. എന്നാലും അതിമനോഹരമായിട്ടുള്ളൊരു രംഗം തന്നെയാണ്. കാരണം ഈ പിന്നെ വൈകുന്നേര സമയമായതുകൊണ്ട് നല്ലൊരു വ്യൂ ആണ്. ഉച്ച സമയത്ത് ഒരു 4 മണിക്ക് ശേഷമാണ് പിന്നെ ഒരു അത്യാവശ്യം കാണാനുള്ളത്. ഇത് പിന്നെ നമ്മളെ സ്വന്തം ആളുകളാണ്, അവരൊക്കെ കാണാനുണ്ട്. അത് പിന്നെ എവിടെ പോയാലുണ്ടാവുമല്ലോ. അങ്ങനെ വെള്ളച്ചാട്ടം കുറവാണ്, ചാട്ടം കുറവൻ തന്നെയാണ്. എന്നാലും അത്യാവശ്യം കാണാനുണ്ട്. അൺസീസൺ അല്ലാത്തപ്പോഴൊക്കെ വന്നു കഴിഞ്ഞാലും അത്യാവശ്യം കാണാനും വൈബ് പിന്നെ അനുഭവിക്കാനും ആസ്വദിക്കാനൊക്കെ ഉള്ള ഒരു ചാൻസ് ഇവിടെ ഉണ്ട് കേട്ടോ. അത്യാവശ്യം ഫാമിലീസ് കാര്യങ്ങളൊക്കെ ഇന്ത്യക്കാരധികം കേട്ടോ. ഇന്ത്യക്കാരും തമിഴന്മാരും, നേരത്തെ പറഞ്ഞില്ല, തമിഴന്മാരൊക്കെ ഒരുപാട് വന്നിട്ടുണ്ട്. കോളേജിൽ നിന്നാണോ എവിടെ നിന്നാണെന്നില്ല, അത്യാവശ്യം പിന്നെ തമിഴ്നാട്ടിൽ നിന്നൊക്കെ വന്നവരുണ്ട് അവിടെ. കേട്ടോ വെള്ളം കുറവാണ്, മഴ ചെറുതായിട്ട് ചാർന്നു കേട്ടോ. മഴ ഉണ്ടെങ്കിൽ പോലും പിന്നെ വലിയൊരു ബുദ്ധിമുട്ടില്ല. കാരണം ഒരു 200 രൂപയ്ക്ക് കുട വാങ്ങിക്കഴിഞ്ഞാൽ മഴ ഉണ്ടെങ്കിൽ എന്തൊരു വിഷയമുള്ള കേസല്ല. അത് കണ്ടോ, അത്യാവശ്യം ചെറിയൊരു ചാറ്റലുണ്ട്, നല്ല തണുപ്പുമുണ്ട്, കാറ്റുമുണ്ട്. വൈകുന്നേരം ആയതുകൊണ്ട് ചെറിയൊരു വെളിച്ചത്തിൽ നല്ലൊരു വൈബ് ഇങ്ങനെ ആസ്വദിച്ച് ഇങ്ങനെ ഇരിക്കാം. ഇവിടെ വെള്ളച്ചാട്ടം കുറവാണ് കേട്ടോ. ഇത് അവസാന സമയമായപ്പോഴേക്കും വെള്ളം അത്യാവശ്യം ആയിട്ടുണ്ട്. കാരണം വെള്ളം ഇങ്ങനെ മുകളിൽ നിന്ന് ഇങ്ങനെ ഒലിച്ച് വന്നുകൊണ്ട് അത്യാവശ്യം വെള്ളമൊക്കെ ആയിട്ടുണ്ട്. പിന്നെ 5 മണി വരെയാണ് അവിടെ ടിക്കറ്റ് അലൗഡ് ഉള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ടിക്കറ്റ് കൊടുക്കില്ല എന്നാണ് പറയുന്നത് കേട്ടോ. ഇത്രയും നല്ല ഭംഗിയുള്ളൊരു സ്ഥലം കേട്ടോ. ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഒരു അൺസീസണ് ആവുന്ന സമയത്ത് പോകുന്നതാണ് നല്ലത്. കാരണം ഇത് പിന്നെ വേറെ കേട്ടോ. ഇത് അങ്ങോട്ട് അതിരപ്പള്ളി പോകുന്ന വഴിക്ക് ചെറിയൊരു പാലം കണ്ട് ഇറങ്ങിയതാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത അതുപോലത്തെ നല്ലൊരു വൈബുള്ളൊരു സ്ഥലം തന്നെയാണിത്. അതിരപ്പള്ളി എത്തുന്നതിന് മുമ്പുള്ള ചെറിയൊരു പാലാണ്, ഒരു ബ്രിഡ്ജാണ്. അപ്പോൾ അവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് ഇറങ്ങി നോക്കിയതാണ്. അത്യാവശ്യം കുഴപ്പമില്ല. ഇത് പിന്നെ നമ്മളെ തൃശ്ശൂർ കേട്ടോ. വരുന്ന വഴിക്ക് തൃശ്ശൂർ സെൻട്രലിൽ ഇത് ആ റൗണ്ട് കാണുന്നത് ഒരു AC, ഒരു നല്ല റെസ്റ്റ് ചെയ്യാൻ പറ്റിയ സ്ഥലം.